സ്ഥലം അടിപൊളിയാ, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷെ ഇറങ്ങാനൊന്നും വിടൂല, ഇറങ്ങാൻ പറ്റൂല കേട്ടോ, കാരണം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച അത്ര വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, നല്ല ഒഴുക്കാണ് കേട്ടോ. ഹായ് ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ മഴയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്ന് എന്താ നമ്മുടെ കർക്കിടകത്തിൻ്റെ ലീവൊക്കെയാണല്ലോ സ്കൂളിൽ. അപ്പം നമ്മൾ കുട്ടികളെയും കൂട്ടിയിട്ടൊന്ന് നമ്മുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാട്ടോ. അപ്പം നമ്മുടെ വയനാടിൻ്റെ കുറച്ച് മനോഹരമായ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെയിൽ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് വെയിലുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് അത്യാവശ്യം അധികം എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഈ തിരുനെല്ലി അടുത്ത് നെട്ടറപ്പാലം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വയനാടിൻ്റെ ഭംഗി നോക്കൂ ഗെസ്, വയലുകളുടെ നാടാണ് കേട്ടോ നമ്മുടെ വയനാട്. അപ്പം നമ്മളിത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കൊണ്ട് പോവുകയാണ്. അപ്പം ഇന്ന് ലീവൊക്കെ ആയതുകൊണ്ട് കുട്ടികളെയും കൂട്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ വയനാടത്തെ ഭംഗിയൊക്കെ കണ്ടോളൂ നിങ്ങൾ കേട്ടോ. നല്ല ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് പോകുന്നത് നെട്ടറപ്പാലം എന്നാട്ടോ. അധികം എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ അത് കാണാനായിട്ട് വരുന്നൊക്കെ ഉണ്ട്. അപ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ, അതെന്നെയും പെട്ടു. അപ്പം ഗൈസ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് കാറ് ചെറുതായിട്ട് നിർത്തി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കുക, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ല മഴ കേട്ടോ. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും മഴ തുടങ്ങി, എന്താണെന്നറിയില്ല കേട്ടോ. നമ്മൾ അവിടെ എത്തിയതും പെരും മഴ കേട്ടോ. അത്രയും നേരം നല്ല വെയിലായിരുന്നു ഗൈസ്. കണ്ട ഇതാട്ടോ നല്ല മനോഹരമായ പാലം, അതുപോലെ വെള്ളങ്ങൾ ഒക്കെ കണ്ടില്ല, നല്ല ഭംഗിയില്ലേ. അപ്പം ഇങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ആളുകൾ കുറവാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഇപ്പം എന്തായാലും ഇനി വരുന്ന ഇത് കാണുന്ന കൂട്ടുകാരോടാണ്, ഇപ്പം മഴക്കാലം കഴിയാണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടോ. കാരണം എന്തായാലും ഇറക്കി വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാനൊന്നും സമ്മതിക്കില്ല. കാരണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നല്ല കുത്തൊഴുക്കുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ലൈവിൽ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളും അതേപോലെ നമ്മുടെ ഈ മറ്റുള്ള സ്ഥലത്തുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ലൈവിൽ പറയാറുണ്ട് കേട്ടോ. നിങ്ങളുടെ വയനാടൊന്ന് ശരിക്കും കാണിച്ചു തരണം, നിങ്ങളുടെ വയനാട് നല്ല ഭംഗിയല്ലേ കാണാൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിലൊന്ന് കാണിക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇറങ്ങിയത് തന്നെ. പിന്നെ ഇന്ന് ഇവിടേക്ക് കുറച്ച് തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ഇന്നിവിടെ നമ്മുടെ ബലിയിടുന്ന ദിവസമല്ലേ, അപ്പം അതുകൊണ്ട് ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മുടെ തിരുനെല്ലി അമ്പലം. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നവരൊക്കെ ഇവിടെ കേട്ടോ പാർക്കൊക്കെ ചെയ്തിട്ടുള്ളത് വണ്ടി. അപ്പം അതിൻ്റെ തിരക്കാണ്. നല്ല വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും കേട്ടോ. ഇതൊന്നുമല്ല, നല്ല തിരക്കുണ്ടാവും. ഇപ്പം നമ്മളെ വെള്ളത്തിൽ അതൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മളത് അവിടെ നിന്ന് ഒരൊക്കെ ഐസൊക്കെ വാങ്ങി തിന്നു കേട്ടോ, ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു. അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ പുക പോലെ പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല, നമ്മൾ ഇവിടെ വന്ന് തന്നെ കാണണം കേട്ടോ. എന്തായാലും എൻ്റെ സുഹൃത്തുക്കൾ ആരും നമ്മുടെ ഈ മഴ കഴിയട്ടെ കേട്ടോ, എന്നിട്ട് വന്നാൽ മതി. ഈ മഴയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഭംഗി ആസ്വദിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇറങ്ങാനോ പിന്നെ അവിടെ വെള്ളത്തിൽ കളിക്കാനോ ഒന്നും പറ്റൂല കേട്ടോ. ഇപ്പോൾ വെള്ളത്തിലൊന്നും ഇറക്കാൻ വിടൂല കേട്ടോ. കാരണം അവിടെ നല്ല കുത്തൊഴുക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരുപാട് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ നമ്മളെ ജീവനെ നമ്മുടെ സ്വത്തിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം അവർ അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വരുമ്പോൾ വീഡിയോ എടുക്കുമ്പം അവിടെ കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു കേട്ടോ. അവരും എന്തെങ്കിലും വീഡിയോയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് വണ്ടിയിൽ തന്നെ കേട്ടോ, അധികം നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ, വണ്ടിയിൽ തന്നെ. പിന്നെ കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ അധികം നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ മഴ ഒന്ന് കുറച്ച് കുറഞ്ഞു കേട്ടോ. അപ്പം നമ്മളൊരു സ്ഥലത്ത് നിർത്തി, നെട്ടറപ്പാലം ആ ഭാഗത്ത് നിർത്തിയില്ല കേട്ടോ. കാരണം അവിടെ നമ്മൾ കുറച്ച് നേരം നിർത്തി നോക്കി, പക്ഷെ നല്ല മഴ കേട്ടോ, ഇറങ്ങി വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റിയില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ ഇതിലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇവിടെ വന്നു കേട്ടോ. ഇവിടെ അതിൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല കേട്ടോ. കുട്ടികളൊക്കെ മാറ്റി നിർത്തി നമ്മളിതാ ഈ സൈഡിൽ നിന്നിട്ട് കുറച്ച് വെള്ളം കുറവുള്ള ഭാഗത്ത് നിന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇങ്ങനെ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ.
പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കിതേപോലെ ഇങ്ങനെ എന്താ പറയുക, പച്ചപ്പ് അതേപോലെ ഇതുപോലത്തെ വെള്ളങ്ങൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വേറൊരു വശത്തും വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തു. അപ്പം നല്ല അത്യാവശ്യം ഒരു നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. വെയിലൊന്നും ഇല്ലാണ്ട് എന്ത് ഭംഗിയാണ് നോക്ക് നമ്മുടെ പ്രകൃതിയിലെ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടില്ലേ. ഒരുപാട് അവിടെ നമ്മുടെ ചോളം പിന്നെ അതുപോലെ നെൽകൃഷി എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ അവിടുന്ന് ഇതേപോലെ കുറേ മനോഹരമായ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നിങ്ങൾ കുറച്ച് നമ്മുടെ വയനാടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വരും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം നിന്നു കേട്ടോ. പിന്നെ ലച്ച് കുറച്ച് കല്ലുകളൊക്കെ പെറുക്കിയെടുത്തു കേട്ടോ. അവൾ എവിടെ പോവുകയാണെങ്കിലും കല്ലുകൾ ശേഖരിക്കും കേട്ടോ. കല്ല് അതേപോലെ ഭംഗിയുള്ള സംഭവമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ എടുക്കും. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണ്. നമുക്കിനി ഒരു മഴയൊക്കെ മാറി ഒരു വേനൽക്കാലത്ത് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ ബായ്. അപ്പോൾ ഗൈസ് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ നമ്മുടെ ഉമ്മാൻ്റെ വീട്ടിലോട്ടും പോയി കേട്ടോ. അപ്പം ഇതാ ഇപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വീഡിയോ എടുത്ത് പോയപ്പോഴത്തേക്ക് തന്നെ നൗഷൂക്ക് നമ്മുടെ ചക്കമരത്തിലോട്ട് കയറുകയാണ് കേട്ടോ. അവിടെ ഒരു നല്ല പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അപ്പം ചക്ക ഇടാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. അങ്ങനെ ഈ നൗഷൂക്ക് ചക്ക ഇടാൻ വേണ്ടി കയറി. പിന്നെ കുറച്ചേരം വീഡിയോ എടുത്ത് പിന്നെ വീഡിയോ ഞാൻ കട്ടാക്കി കേട്ടോ. കാരണം എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിലോ എന്ന് കരുതിയിട്ട് വീഡിയോ കട്ടാക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു ചക്ക ഇട്ടു കേട്ടോ. ചക്ക ഒരു സൈഡ് ചെറുതായിട്ട് കേടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ചക്കേൻ്റെ സീസണൊക്കെ കഴിഞ്ഞില്ല ഗൈസ്. ഇത് ഇവിടുത്തെ ലാസ്റ്റ് ചക്കയാണ് കേട്ടോ. അപ്പം നല്ല ഒരു സൈഡ് ചെറുതായിട്ട് കേടുണ്ട്. എന്നാലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ചക്കയൊക്കെ മുറിച്ച് കുറച്ച് ഞങ്ങളും എടുത്തു, കുറച്ച് ഉമ്മാക്കും എടുത്തു. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഈ തോൽപ്പെട്ടിയിലോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പം വരുന്ന വഴിക്കുള്ള ഇതാണ് കേട്ടോ. നമ്മളിന്നും മൃഗങ്ങളൊന്നും കണ്ടില്ല ഗൈസ്. അതുകൊണ്ട് കാട്ടത്തെ വീഡിയോസ് അധികം എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ തോൽപ്പെട്ടിയിൽ എത്തിയിരിക്കുന്നു. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ ബൈ.